ഇതാണോ കേൾക്കാനാണോ നമുക്ക്? അനീഷ് പറഞ്ഞേക്ക് താണോ? ഇത് നിനക്ക് മെസ്സിനോടുള്ള സ്നേഹമല്ല, ബ്രസീലിനോടുള്ള ദേഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് കട്ടയാണ് അല്ലേ? എന്ത് കഷ്ടപ്പാടാണ് നോക്കിയേ. മെസ്സി വല്ലതും അറിയണ്ടത്. മെസ്സിയുടെ ബർത്ത്ഡേ ആയിട്ട് ആ ചെക്കൻ ഒറ്റക്ക് നഷ്ടപ്പെടുന്നു. ആകെ ഒരു മെസ്സി ഫാനുള്ളൂ. ഇത് രണ്ടുപേരും മെസ്സി ഫാൻസ് ആണ്. സുനീറേ വാ. ചെക്കൻ കഷ്ടപ്പെട്ടിട്ട് കേക്ക് കട്ടണേന് മെസ്സിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കണോട്ടാ. അവനെ കുറിച്ച് പറയണോ? നിന്നെ കുറിച്ചിട്ടാ പറയാനുള്ളത്. സഞ്ജു ആഗ്രഹമല്ലേ? അല്ല, നമ്മിപ്പോ പറയാം സംഭവം എന്നാ, ഈ കേക്ക് കട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന വ്യക്തി ബ്രസീലിന്റെ കടുത്ത ആരാധകനും മെസ്സിയുടെ കടുത്ത വിമർശകനുമായ നമ്മളെ ചങ്കുബ്രോ സുനീർ കേക്ക് കട്ട് ചെയ്യുന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ മെസ്സി. എന്തായാലും ക്രിക്കറ്റിന്റെ ഇതിഹാസമാണ് അയാള്. സോറി, ഫുട്ബോളിന്റെ ഇതിഹാസമാണ് അയാള്. ഫുട്ബോളിന്റെ ഇതിഹാസമാണ് അയാള്. അതിന് നമ്മ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരെല്ലാരും മെസ്സിയെ സ്നേഹിക്കും. കട്ടേ നമ്മളൊരു കൂട്ടായ്മയാണ്. ഇന്ന് നമ്മളെ ഇതിഹാസം മെസ്സിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇന്നൊരു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ നിർബന്ധിപ്പിച്ചല്ല ക്ഷണിച്ച്. മെസ്സിയുടെ വിരോധിയും ബ്രസീലിന്റെ കടുത്ത ആരാധകരുമാണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ മെസ്സി. ഹാപ്പി ബർത്ത്ഡേ മെസ്സി പറയൂ. പ്രാർത്ഥിക്ക്. പാട്ടൊക്കെ ഇല്ല, പാട്ടൊക്കെ നമുക്ക് പാട്ട് ഉഷാറാക്കാം. നിന്നെ കൊണ്ട് തീറ്റിക്കൂടാ. മെസ്സിന്റെ കേക്ക് നിന്നെ കൊണ്ട് തീറ്റിക്കുക. വളരെ ഹാപ്പി ആയിക്കൊണ്ട് ബ്രസീലിന്റെ കടുത്ത ആരാധകർ മെസ്സിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇത് എത്തിച്ചിരിക്കും. ബ്രസീലിന്റെ കടുത്ത ആരാധകർ മെസ്സിന്റെ ബർത്ത്ഡേ കേക്ക് മാത്രമല്ല ഭക്ഷണം പറ്റുള്ള ആരാധകർ. അടുത്ത ചെലവാണ് ഞങ്ങൾ കപ്പെടുത്തിട്ടു. വളരെ ബിരിയാണി ഷുഗർ മട്ടൻ ബിരിയാണി